ഹലോ, ഷാജി മാലു. ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം? ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ സയൻസ് ചർച്ച ചെയ്യുന്ന മൂന്നാമത്തെ മെത്തേഡാണ് വിഷ്വലൈസേഷൻ ഓർ ഇമാജിനേഷൻ. പഠിക്കുന്ന കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പ്രവൃത്തികൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓർത്തു നോക്കുവാനായിട്ട് ശ്രമിക്കുക. ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കണ്ണുകളൊക്കെ അടച്ചിട്ട് അന്നത്തെ ദിവസം ഏതെല്ലാം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ ആ പ്രവൃത്തികളെല്ലാം വൺ ബൈ വൺ ആയി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓർത്തു നോക്കുക. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ്. ഒരു എക്സാമ്പിൾ പറയാം. രാവിലെ ഉറക്കമുണരുമ്പോൾ നാം ആരെയാണ് കണ്ടത്? രാവിലെ ഏത് ഭക്ഷണമാണ് നാം കഴിച്ചത്? റോഡിലൂടെ യാത്ര ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? അതുപോലെ അന്നത്തെ ദിവസം സ്കൂളിൽ ഏതെല്ലാം വിഷയങ്ങൾ, ഏതെല്ലാം ടീച്ചേഴ്സ് ആണ് എടുത്തത്? ഇതെല്ലാം ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കണ്ണുകളൊക്കെ അടച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്ന് ഓർത്തു നോക്കുവാനായിട്ട് ശ്രമിക്കുക. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും നല്ല ഒരു മെത്തേഡാണ്. ഇനി ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ സയൻസ് ചർച്ച ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് പവർ ഓഫ് കോൺസെൻട്രേഷൻ, ഏകാഗ്രത വർദ്ധിപ്പിക്കുക. എന്താണ് ഏകാഗ്രത? വാട്ട് ഈസ് കോൺസെൻട്രേഷൻ എന്ന് ചോദിച്ചാൽ, ഒരു പ്രവൃത്തി നാം ചെയ്യുന്ന സമയത്ത് മറ്റ് യാതൊരു ചിന്തകളുമില്ലാതെ ആ പ്രവൃത്തിയിലേക്ക് മനസ്സിനെ പൂർണ്ണമായും ലയിപ്പിക്കാൻ കഴിയുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഏകാഗ്രത എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുവാനും സയൻസ് ഒരുപാട് മെത്തേഡ്സ്, ഒരുപാട് രീതികൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിരാവിലെ ഉറക്കമുണർന്ന് നാം ഒന്ന് ഫ്രഷായി വന്നിട്ട് ഒരു കസേരയിൽ അങ്ങനെ വളരെ സാവകാശം ഇരിക്കുക. എന്നിട്ട് കണ്ണുകളൊക്കെ അടച്ചിട്ട് നമ്മുടെ ശ്വസനത്തിൽ മാത്രം ശ്രദ്ധിച്ചൊന്നിരിക്കുക. ശ്വാസം വലിച്ചെടുക്കുകയും വലിച്ചു വിടുകയും വേണ്ട. നാം ശ്വസിക്കുന്നുണ്ട്, ആ ശ്വസനത്തിൽ മാത്രമായിട്ട് കുറച്ച് സമയം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ നല്ലൊരു മെത്തേഡാണ്. റിവേഴ്സ് കൗണ്ട്, അതായത് 30 മുതൽ താഴേക്ക് എണ്ണുക അല്ലെങ്കിൽ 20 മുതൽ താഴേക്ക് തെറ്റാതെ അതിൽ മാത്രം ശ്രദ്ധിച്ച് 20, 19, 18, 17 ഇങ്ങനെ കൗണ്ട് ചെയ്യുക. ചില ബ്രീത്തിങ് എക്സസൈസുകൾ, ഇതെല്ലാം ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാർഗങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മളുടെ ഓർമ്മശക്തി എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റൊരു മെത്തേഡാണ് റെപ്പറ്റീഷൻ, ആവർത്തിച്ച് പഠിക്കുക. കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പഠിക്കുക. ആവർത്തനം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ പുതുക്കുകയോ അതല്ലെങ്കിൽ അത് ആവർത്തിക്കുകയോ ചെയ്തില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും മറന്നുപോയിട്ടുണ്ടാവും. ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ എബിൻഗോസ് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ 1 മണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ 56% നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. 56%. 9 മണിക്കൂറുകൾക്കുള്ളിൽ അതിന്റെ 8% നഷ്ടപ്പെടും. അടുത്ത 2 ദിവസത്തിനകം അതിന്റെ 6% നഷ്ടപ്പെടും. 1 മാസത്തിന് ശേഷം അതിന്റെ 7% നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ മൊത്തത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ചില്ല എങ്കിൽ പിന്നീടുണ്ടാകുന്നത്, നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാകുന്നത് 23% മാത്രമാണ് എന്നാണ് സയൻസ് പറയുന്നത്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പഠിക്കുക. ഇങ്ങനെയും നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു പവർ ഓഫ് ഒബ്സർവേഷൻ, ലിങ്ക് മെത്തേഡ്, ഇങ്ങനെയുള്ള കുറെ രീതികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് പവർ ഓഫ് വിഷ്വലൈസേഷൻ ആൻഡ് പവർ ഓഫ് കോൺസെൻട്രേഷൻ, ദെൻ റെപ്പറ്റീഷൻ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.